ഹായ് ഓൾ, ദ ചേംബർ ഓഫ് സീക്രട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആക്ച്വലി ഉള്ളത് റുസൈൽ പാർക്കിലാണ്. അതായത് നമുക്കൊക്കെ ഒരു സുപരിചിതമായ പ്ലേസ് ആയിരിക്കും. ബുർജൽ സുഹ റൗണ്ട് ബോട്ടം, നമ്മുടെ വലിയൊരു ക്ലോക്ക് ഒരു റൗണ്ട് ബോട്ടം. ആ റൗണ്ട് ബോട്ടത്തിൻ്റെ തൊട്ടടുത്ത് പാർക്കാണിത്. ഫ്രൈഡേ ടു സാറ്റർഡേ 9 മണി മുതൽ 12 മണി വരെയാണ് പാർക്കിങ്ങിൻ്റെ ഓപ്പണിംഗ് ടൈമിങ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ ഇതിനകത്ത് ഓടിക്കാൻ പാടില്ല, വണ്ടി കയറ്റാൻ പാടില്ല, ഫുട്ബോൾ കളിക്കാൻ പാടില്ല, ലിറ്ററിങ് പാടില്ല, അങ്ങനെ ഒട്ടനവധിയുണ്ട്. അതിൽ പെറ്റ്സ് അലൗഡല്ല, ശീഷ അലൗഡല്ല. പിന്നെ എപ്പോഴും കുട്ടികളുടെ കൂട്ടത്തിൽ അവരുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഉണ്ടാവണം. പിന്നെ നമുക്ക് ഇവിടുന്ന് പൂ പറിക്കാനോ അല്ലെങ്കിൽ ബാർബേക്യൂ ഒന്നും ഉണ്ടാക്കാനോ പാടില്ല. കാരണം നമ്മളൊക്കെ ഈ ബീച്ചിലൊക്കെ പോകുന്നൊരു രീതി ഉള്ളതുകൊണ്ട്, പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ബാർബേക്യൂ അല്ലെങ്കിൽ അവിടെ പോയി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ചിന്തയിലായിരിക്കും പലപ്പോഴും നമ്മൾ വരുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇവിടെ ബാർബേക്യൂ അല്ലെങ്കിൽ കുക്കിംഗ് ഒന്നും അലൗഡല്ല. അതെപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊരു വളരെ വലിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും കുട്ടികളെ കൊണ്ടും പല മുതിർന്നവരും നമ്മൾ തന്നെ പലപ്പോഴും മടുത്തു പോകും. അപ്പം അതിനൊരു സൊല്യൂഷൻ ഇവിടെയുണ്ട്. ഇവിടെ ഈ ട്രൈസൈക്കിള്, പിന്നെ പല ഇലക്ട്രിക്കൽ കാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ സൈക്കിൾസ് ഉണ്ട്, ഇലക്ട്രിക് സൈക്കിൾസ് എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ പെർ അവർ ബേസിസ് നമുക്ക് കിട്ടും. ഞാൻ എടുത്തത് ആക്ച്വലി ഞങ്ങൾ ഉപയോഗിച്ചൊരു ട്രൈസൈക്കിളായിരുന്നു. അതിന് അരമണിക്കൂറിന് 5 റിയാലായിരുന്നു പേ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്കിത് മൊത്തം റൗണ്ട് ചുറ്റി നമുക്ക് മുഴുവനായിട്ട് ഇത് കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതുപോലത്തെ ബോക്സുകൾ നമ്മൾ ഒമാനിൽ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതെല്ലാം നമ്മുടെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, നശിച്ച ഡ്രസ്സുകളല്ല, ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബുക്സാണ്. നമ്മളിപ്പം ഉപയോഗിക്കാത്ത ബുക്കുകൾ മറ്റും ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവർ ആവശ്യമുള്ളവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അധികാരികൾ അത് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഒത്തിരി അധികം ബുക്കുകളുണ്ട്. ലോക്കൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ എപ്പം വന്ന് വായിക്കാം, എടുത്ത് വായിക്കാം. അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വെക്കുക. അതാണ് ഇവിടുത്തെ പോളിസീസ്. ഇവിടുത്തെ പ്രത്യേകതയാണ്, ഇവിടെ ആരും ബുക്സ് ഒന്നും കട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് ദുരുപയോഗത്തിനൊന്നും കൊണ്ടുപോകത്തില്ല. കളിക്കാൻ പോലും ആർക്കും മാതാപിതാക്കളൊന്നും മക്കൾക്ക് പോലും എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ആവശ്യമുള്ളവർ ഇവിടെ വന്ന് ബുക്സ് എടുത്ത് വായിക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചിവിടെ വെക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, അതും ഒമാനിലെ പല ഭാഗങ്ങളിൽ കൂടെ നമുക്ക് കാണാം. ഈവൻ മത്ര സൂക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സോളാർ പവേർഡായ മൊബൈൽ ചാർജേഴ്സ്. അതായത് 2 വയർലെസ് ചാർജേഴ്സും 4 USB പോർട്ടും കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാർജറും ഉണ്ട്. അതായത് 6 മൊബൈൽസ് അറ്റ് എ ടൈം നമുക്കിവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു നല്ലൊരു പ്രവൃത്തിയാണ്. മീൻസ് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റ് വേറെ ചാർജസ് ഒന്നുമില്ല. നമ്മുടെയൊക്കെ ഫോണൊക്കെ ചാർജ് ഇല്ല എങ്കിൽ നമുക്കിതിൽ ചാർജ് ചെയ്യാം. ഇതുപോലെയൊക്കെ സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊരു വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അറിവ് കുറവുണ്ട്. ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വളരെ നല്ല ഫെസിലിറ്റിയാണ്. ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരിതിനെക്കുറിച്ച് പറയുന്നത്. ഈ മത്രയിലൊക്കെയുള്ള നമ്മുടെ ഈ വയർലെസ് ചാർജറിനെ പറ്റി പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്.